തീർച്ചയായിട്ടും ഇന്നലെ ഒരാശങ്ക നിലനിൽക്കുന്ന സന്ദർഭത്തിലും ഇസ്രായേലിന് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കടക്കുകയല്ലാതെ മറ്റ് സാധ്യതകളൊന്നുമില്ല എന്ന് നമ്മൾ അത് സൂചിപ്പിക്കുകയുണ്ടായതാണ്. അപ്പോൾ അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ യുദ്ധകാര്യ ക്യാബിനറ്റ് വെടിനിർത്തലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇനി അവരുടെ മന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം ഇതിന് അംഗീകാരം നൽകണം. അതിനുശേഷം പാർലമെന്റ് ആ തീരുമാനത്തെ റാറ്റിഫൈ ചെയ്യണം. ആ പ്രക്രിയയിലേക്കൊക്കെ അവർക്ക് പോകാണ്ട് പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും അവർക്ക് ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഒരു കരാറ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അത് പാർലമെന്റിനകത്ത് ചർച്ച ചെയ്ത് അത് നിയമമായി വരികയും ചെയ്യും. അതേസമയം ഈ അവസാന ഘട്ടത്തിലും അവിടെ ഈ വംശഹത്യ തുടരുക എന്നുള്ള നയം തന്നെയാണ് അവർ സ്വീകരിക്കുന്നത്. ഇപ്പൊ ഞായറാഴ്ചയോടുകൂടി കരാറ് നിലവിൽ വരും എന്നാണ് കരുതുന്നത്. അപ്പം അതിനു മുമ്പായി അവിടെ ഒരു അക്രമ പരമ്പര നടത്താൻ വേണ്ടിയാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഈ ചർച്ച നടന്ന് ഏറെക്കുറെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നു. ജോ ബൈഡൻ വെടിനിർത്തൽ കരാറിലേക്ക് നീങ്ങിയാണ്, കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. അതോടൊപ്പം ഈജിപ്ത്, ഖത്തർ, അമേരിക്ക എന്നീ 3 രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന വന്നു. ഇത് വന്നതിന് ശേഷവും കഴിഞ്ഞ വ്യാഴാഴ്ച ബോംബിംഗ് തുടരുകയും 81 ആളുകൾ കൊലചെയ്യപ്പെടുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് വെള്ളിയാഴ്ചയും അവിടെ അക്രമം നടക്കുന്നു. ഇന്നും നിരവധി ആളുകൾ കൊലചെയ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. ഇത് ഏത് തരത്തിലുള്ള രാജ്യനീതിയാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വന്നിരിക്കുന്നു. ഇനി സാങ്കേതികമായി അത് എപ്പോൾ മുതൽ എന്നതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. ആ ഘട്ടത്തിൽ പോലും ബോംബിങ്ങിന് ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു എന്നത് കഠിനമായി വിമർശിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും വെടിനിർത്തൽ യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ശ്രീ PJ വിൻസെന്റ്, ഈ 1ാം ഘട്ടത്തിന് ശേഷം ഇസ്രായേൽ പിന്മാറുമോ എന്നുള്ളൊരു ചോദ്യം ലോകരാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ ഉയർത്തുന്നുണ്ട്. അത് ഒരു ആശങ്കയും അത്തരത്തിൽ ഉയരുന്നുണ്ട്. അതിപ്പോഴും ഒരു ചോദ്യം ചിഹ്നം തന്നെയല്ലേ? ഇത് നിലവിൽ 42 ദിവസത്തേക്കാണ് വെടിനിർത്തൽ വരുന്നത്. ആ വെടിനിർത്തൽ കാലഘട്ടത്തിൽ ബന്ദികളുടെ കൈമാറ്റമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ ബന്ദികളെ കൈമാറുകയും അത് ഇപ്പോൾ 94 ആളുകൾ ഹമാസിന്റെ കയ്യിലുണ്ട് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അതിൽ പല ആളുകളും സംഘർഷത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും നിലവിൽ 34 പേർ ഉണ്ട് എന്നുമാണ് അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ കൈമാറ്റം ചെയ്യുക, അതോടൊപ്പം ഇസ്രായേലിന്റെ ജയിലിലുള്ള 1000-ഓളം ഫലസ്തീനികളായിട്ടുള്ള തടവുകാർ അവരെ വിട്ടയക്കുക, അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയ ആളുകൾക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കുക എന്നിവയൊക്കെയാണ്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നത്, ഇപ്പം ഇന്നലെ ഫലസ്തീനിയൻ ഹെൽത്ത് മിനിസ്ട്രി പുറപ്പെടുവിച്ച കണക്ക് പ്രകാരം 46,788 ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് അവിടെ. അതിനേക്കാൾ പ്രധാനം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം, ലോകം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, 1,11,000-ഓളം ആളുകൾക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവർക്ക് യാതൊരുവിധ ചികിത്സയും ലഭ്യമാക്കുന്ന സാഹചര്യം ഇപ്പോഴില്ല. അപ്പോൾ മാരകമായി മുറിവേറ്റ ആളുകളെ ഒരുപക്ഷെ ഗസയിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി ചികിത്സിക്കേണ്ട ആളുകളുണ്ട്, ഗസയിൽ തന്നെ ഉയർന്ന ചികിത്സ കൊടുക്കേണ്ട ആളുകളുണ്ട്. അപ്പോൾ ഈ മനുഷ്യർക്ക് ചികിത്സ എത്തിക്കുക എന്നത് ഒക്കെ പ്രധാനമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ 42 ദിവസത്തെ വെടിനിർത്തലിനുള്ളിൽ സാധ്യമാക്കാൻ സാധിക്കും. അപ്പം അതിനുശേഷം ആണ് വെടിനിർത്തലിന്റെ മറ്റ് ഉപാധികളെ കുറിച്ച് ചർച്ച ചെയ്യുകയും നീണ്ടു നിൽക്കുന്ന ഒരു സെറ്റിൽമെന്റിലേക്ക് പോവുകയും ചെയ്യേണ്ടത്. ഏതായാലും ആ ഘട്ടത്തിൽ മാത്രമേ ഏത് നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ലോക നേതാക്കൾ, എസ്പെഷ്യലി ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പറഞ്ഞത് ഈ വെടിനിർത്തൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സെറ്റിൽമെന്റിലേക്ക് പോകണം എന്നുള്ളതാണ്. കാരണം മാക്രോണിന് യൂറോപ്യൻ യൂണിയനിൽ വലിയ സ്വാധീനമുണ്ട് ഉള്ള രാജ്യമാണിപ്പോൾ. ബ്രെക്സിറ്റിന് ശേഷം ബ്രിട്ടൻ പുറത്തു പോയതിനു ശേഷം ഫ്രാൻസും ജർമ്മനിയുമാണ് ഈ യൂറോപ്യൻ യൂണിയനെ മുന്നോട്ട് നയിക്കുന്നത്. അതിൽ പൊളിറ്റിക്കൽ അഫയേഴ്സിൽ ഫ്രാൻസിന് വലിയ സേയുമുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കണം, പെർമനന്റ് ആയിട്ട് ഈ ഫലസ്തീൻ സംഘർഷത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വളരെ പ്രസക്തമായി ആകും. മാത്രവുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് ഇന്ത്യ, മധ്യേഷ്യ, യൂറോപ്യൻ ഇടനാഴി പോലെയുള്ള വലിയ സാമ്പത്തിക പദ്ധതികൾ നടപ്പിലാക്കാൻ ഇന്ത്യയോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും പാശ്ചാത്യ ലോബിക്കും താല്പര്യമുണ്ട്. അത്തരം വലിയ
സാമ്പത്തിക പദ്ധതി, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റ് ആണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡിനോട് സമം നിൽക്കുന്ന വലിയ പദ്ധതിയാണ്. അതെല്ലാം നടപ്പാക്കാൻ ഇന്ത്യയോടൊപ്പം യൂറോപ്പിനും അമേരിക്കയ്ക്കും താല്പര്യമുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ആ മേഖലയിൽ സമാധാനം കൊണ്ടുവന്നേ മതിയാവുള്ളൂ. അതുകൊണ്ട് 42 ദിവസത്തിന് ശേഷവും അവിടെ നീണ്ടു നിൽക്കുന്ന ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് മാത്രമേ ഇപ്പോൾ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും ഫ്രജൈലായിട്ടുള്ള ഒരു മേഖലയാണ് അവിടെ. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. അപ്രതീക്ഷിതമായ എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള അത്രയും വളാറ്റൈലായിട്ടുള്ള ഒരു മേഖലയാണ് ഈ ലെവന്റൈൻ ഏരിയ അച്ചേഹോൾ, ആ പ്രദേശം മുഴുവനും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘർഷ മേഖലയാണ് ഇന്ന് ഗസയും വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും അതുപോലെ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളും ഒക്കെ അത് സംഘർഷ മേഖലയെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ മാത്രമല്ല, അതോടൊപ്പമാണ് ലോകത്തിലെ ഏറ്റവും മാരകമായ രീതിയിൽ സൈനിക ശക്തി ഉപയോഗിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ സയനിസ്റ്റ് ഇസ്രായേലും അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഈ ഘടകങ്ങളെല്ലാം എടുത്തു പരിശോധിക്കുമ്പോൾ സമാധാനം യാഥാർത്ഥ്യമായാലും അവിടെ ഒരു നീണ്ടു നിൽക്കുന്ന സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു കരാറിനെ ഒപ്പിടുകയും ലോകരാഷ്ട്രങ്ങളെല്ലാം അത് അംഗീകരിക്കുകയും ചെയ്താൽ പോലും സംഘർഷമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ നിലവിൽ ഈ നടന്നു വരുന്ന അതിക്രൂരമായ വംശഹത്യ അവസാനിക്കുന്നു. അവിടെ പലസ്തീനിയൻ ജനതയുടെ കഴിഞ്ഞ ഒക്ടോബർ 7, 2023 മുതൽ ആ ജനത നടത്തുന്ന അതിശക്തമായ പ്രതിരോധം, അതിൽ ആ ഫലസ്തീനിയൻ ജനത വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തുടക്കത്തിൽ ഇസ്രായേലിന് ആഗോളാടിസ്ഥാനത്തിൽ പിന്തുണ ലഭിച്ചുവെങ്കിലും പിന്നീട് ഇസ്രായേലിനകത്ത് പോലും യുദ്ധത്തിനെതിരായിട്ട് വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. പക്ഷേ കഴിഞ്ഞ ഈ 1.5 വർഷം, 15 മാസക്കാലമായി നടക്കുന്ന ഈ സംഘർഷത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഗസയിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു വിഭാഗിതയോ വിയോജിപ്പോ ഉണ്ടായില്ല. അവിടുത്തെ 23 ലക്ഷം മനുഷ്യരും ഒരു മനസ്സോടുകൂടി ഇസ്രായേലിന്റെ അധിനിവേശത്തെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, ഫലസ്തീനിയൻ ജനതയുടെ ഐതിഹാസികമായ സഹനവും അവരുടെ പ്രതിരോധവുമാണ് ഇന്നിപ്പോൾ ഈ വെടിനിർത്തൽ കരാറിന് ആധാരമായിട്ടുള്ളത്. അതുകൊണ്ട് ആ ശക്തി അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഇനിയും അങ്ങോട്ട് അവരുടെ ഏറ്റവും ന്യായമായ രാഷ്ട്രീയ ആവശ്യങ്ങൾ നേടുവാനും അവർക്ക് മുന്നോട്ട് പോകാനും കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.